പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. എൻ്റെ മുഖമൊക്കെ ഒരു നീര് പോലെയുണ്ട്. ഈ ഷുഗർ കൂടിയിട്ട് എല്ല് തേയ്മാനങ്ങൾ കൂടിയിരിക്കുന്നത് കൊണ്ടാണ്. സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ്ങിൽ ഈ ക്യാൻസറിൻ്റെ കോശങ്ങൾ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലമേഷനൊക്കെ ഉണ്ട്. അവയവങ്ങളുള്ളിൽ വീങ്ങിയിരിക്കുകയാണ്. സെഡേഷൻ്റെ മരുന്നാണ്, അതാണ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റാത്തത്. അതുപോലെ ഷുഗറിന് ഭയങ്കര വേരിയേഷൻ കൂടുകയും കുറയുകയും രാത്രിയൊക്കെ 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. എല്ലാവരും എന്നെ അന്വേഷിച്ചു. ഒരുപാട് പേര് ഫോൺ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്. ഒരുപാട് പേര് സഹായങ്ങൾ അയച്ചു തന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു. ഇനി വേണ്ടത് ഇൻസുലിൻ പമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് 3,20,000 രൂപയാണ് വേണ്ടത്. ബാക്കി പൈസ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സഹായിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിക്കുക. അല്ലാത്തവരെല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രാർത്ഥിക്കുക. മക്കളെല്ലാം സ്കൂളിൽ പോയി. 2 ദിവസം അവരെ സ്കൂളിലൊന്നും വിടാൻ പറ്റിയില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു പ്രയാസമൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല രീതിക്ക് വേദന ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇന്നലെ സെഡേഷൻ്റെ മരുന്ന് എടുത്തിട്ടാണ് കിടന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല താങ്ങാനായിട്ട്. വേദന ഭയങ്കര അധികമാണ്. കുറച്ച് പേര് പുതുതായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന്. പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അതുപോലെ സർജറി ഫെയിലായിപ്പോയി. ഷുഗറിനെന്ന് പറയുന്നത് ടൈപ്പ് 3C ആണ്. അതിൻ്റെ ഇതിൽ വലിയ വേരിയേഷനും കുറേയും കൂടുകയൊക്കെ ചെയ്യുന്നു. പെയിനും കൂടുതലാണ്. പെയിനാണ് സഹിക്കാൻ വയ്യാത്തത്. 2-3 ദിവസം മുന്നേ പെയിന് കൂടി വീണ്ടും ഓർമ്മയിട്ടൊക്കെ വീണു. അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നത്. അത്രയും വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധം സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റുള്ളവരെ കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും ബാക്കിയുള്ള റിലേറ്റീവ്സിനും എല്ലാം നിങ്ങൾ അയച്ചു കൊടുത്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വരുന്ന നാളുകൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വീണ്ടും. ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഈ അവസ്ഥയിൽ നിന്നൊന്ന് തരണം ചെയ്ത് വരുവാനായിട്ട് എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.